തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളിയുടെ മരണം സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നതിന് കാരണമായിരിക്കുകയാണ്. പ്രതിപക്ഷവും ബി.ജെ.പിയും ഈ സംഭവത്തെ സർക്കാരിനെതിരായ ആയുധമാക്കി കഴിഞ്ഞു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളിയുടെ ശരീരം അഴുക്കുചാലിൽ നിന്ന് 3-ാം ദിനം കണ്ടെടുത്തുവെന്നത് അതീവ ഖേദകരമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ. തലസ്ഥാനത്ത് നടന്ന ദൗർഭാഗ്യകരമായ ഈ സംഭവം കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയെ തുറന്നുകാട്ടുന്നു. സമാനതകളില്ലാത്ത അപകടം തന്നെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രക്ഷാദൌത്യമെന്ന് കൊട്ടിഘോഷിച്ച പ്രചാരണം 3-ാം നാൾ പരാജയപ്പെട്ട് നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. രാജ്യത്ത് സ്വച്ഛ ഭാരത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിന്റെ പാപ്പരത്തമാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരിക്കൽ തുറന്നെതിർത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ക്രെയിൻ വരുന്നതും കപ്പലിന്റെ ട്രയൽ റണ്ണുമെല്ലാം വൻ പരിപാടിയാക്കി ആഘോഷിച്ച ഇടതുപക്ഷവും കേരളത്തിൽ വികസനം കൊണ്ടുവന്നത് അവരാണെന്ന് മേനി പറയുന്ന വലതുപക്ഷവും ഇതുവരെ തലസ്ഥാനത്ത് ഫലപ്രദമായി അഴുക്കുചാലുകൾ പോലും നിർമ്മിച്ചിട്ടില്ല. സാങ്കേതിക രംഗത്തും ഭരണ നിർവഹണത്തിലും ലോകം അതിവേഗം കുതിക്കുമ്പോൾ അപരിഷ്കൃതമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ശുചീകരണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ കെടുകാര്യസ്ഥതയ്ക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. തൊഴിലാളികളുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്നവർ തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥയെന്നത് തികച്ചും പരിഹാസ്യവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും കൈയാളുന്ന CPM ആമയിഴഞ്ചാനിലെ പരാജയം കൂടി ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണം. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ച് നഗരത്തിലെ മിക്ക റോഡുകളും വൻ കുഴികളാക്കി തീർത്തതിന്റെ ദുരിതം ഈ മഴക്കാലത്ത് നഗരവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് നാട്ടുകാർക്ക് പൊതുശല്യ വകുപ്പായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലെ കാര്യം പറയേണ്ടതില്ലല്ലോ. ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഇനിയെങ്കിലും സർക്കാർ കാണിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.